കേരളത്തിലുടനീളം UDF തരംഗം ആഞ്ഞടിച്ചിരിക്കുകയാണ്. പരാജയ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെച്ച് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയും ചെയ്തു. ഇത്രയേറെ ദയനീയമായിരിക്കുന്ന ഒരു പരാജയം ഇതിന് മുൻപൊന്നും ഉണ്ടായിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. 6 കോർപ്പറേഷൻ 6 പിടിച്ചെടുക്കുമെന്നാണ് LDF പറഞ്ഞിരുന്നത്. 2 കോർപ്പറേഷൻ ഭരിച്ചിരുന്നത് UDF ആയിരുന്നു. അതും കൂടി പിടിച്ചെടുത്തുകൊണ്ട് 6 പൂർണ്ണമാക്കും എന്ന് പറഞ്ഞ LDFന് യഥാർത്ഥത്തിൽ 5 നഷ്ടപ്പെട്ടു പോയി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതിൽ 4 പിടിച്ചെടുത്തത് UDF ആണ്. 2 ഉള്ളതും അത് പുതിയതായിട്ട് 2 പിടിച്ചെടുത്തു. ഈ BJPക്ക് ഒരു കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി എന്നൊരു പ്രത്യേകതയുണ്ട്. ഇനി ഈ മുനിസിപ്പാലിറ്റിയിലേക്ക് വരികയാണെങ്കിൽ 57 മുനിസിപ്പാലിറ്റി ഈ UDFന് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞതിനെ അപേക്ഷിച്ച് കഴിഞ്ഞിട്ട് ഒരുപാട് എണ്ണം കൂടുതലാണ് ഇതിൽ. ആ സമയം നോക്കുന്ന സമയത്ത് 28 മുനിസിപ്പാലിറ്റിയാണ് ഈ LDFനുള്ളത്. ഒരു മുനിസിപ്പാലിറ്റി BJPക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രത്യേകത. മുനിസിപ്പാലിറ്റി 1 ലഭിച്ചിട്ടുണ്ട്, കോർപ്പറേഷനും 1 ലഭിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് നോക്കുന്ന സമയത്ത് 8 UDF ആണ്, 6 LDF ആണ്. അതിലും മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് UDFന് സാധിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് നോക്കുന്ന സമയത്ത് 80 ബ്ലോക്ക് പഞ്ചായത്ത് UDFന് പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചു. 66 എണ്ണമായിട്ട് LDF ചുരുങ്ങുകയും ചെയ്തു. കഴിഞ്ഞതിനെ അപേക്ഷിച്ചിട്ട് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് ചുരുക്കം. ഗ്രാമപഞ്ചായത്ത് നോക്കുന്ന സമയത്ത് 421 ഗ്രാമപഞ്ചായത്താണ് UDF പിടിച്ചെടുക്കാൻ വേണ്ടി സാധിച്ചത്. 378 എണ്ണമായിട്ട് ചുരുങ്ങി LDF എന്നൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ മറ്റൊന്ന് പറയുന്ന സമയത്ത് 24 പഞ്ചായത്ത് BJPക്ക് പിടിച്ചെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ BJPക്ക് 24 ഗ്രാമപഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റി, ഒരു കോർപ്പറേഷൻ ലഭിച്ചു എന്ന് ചുരുക്കം. അപ്പം മൊത്തത്തിൽ LDFൻ്റെ വലിയ രീതിയിലുള്ള പരാജയം, അതായത് സർക്കാർ വിരുദ്ധ തരംഗം ആഞ്ഞടിച്ചിരിക്കുന്നു. നായനാരുടെ കാലഘട്ടമൊക്കെ ആണെങ്കിൽ യഥാർത്ഥത്തിൽ രാജിവെച്ചിട്ട് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തുക തന്നെ വേണം. പ്രതിപക്ഷ നേതാവ് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്തു. അത് ഏത് തരത്തിലാണ് ഞങ്ങളത് പഠിച്ചുകൊണ്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുമെന്ന് പറഞ്ഞു കണ്ട് ഒഴിഞ്ഞു മാറുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ചെയ്തത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു തരംഗാടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറെക്കുറെ 120ഓളം മണ്ഡലത്തിൽ UDFൻ്റെ വിജയം കാണുന്നുണ്ട് എന്നുള്ളതാണ്. വളരെ വല്ലാത്ത രീതിയിൽ ചുരുങ്ങിപ്പോയിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോഴത്തെ നിലവിലെ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് UDFനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാകുന്ന വിജയമാണ് യഥാർത്ഥത്തിൽ ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടായത്. കൊടുവള്ളി മുനിസിപ്പാലിറ്റി അതിനേക്കാൾ വലിയ രസകരമായിരിക്കുന്ന കുറേ സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. വിവാദ പുരുഷന്മാരായിരിക്കുന്ന ഒരുപാട് ആളുകൾ പരാജയപ്പെട്ടു. അതോടൊപ്പം തന്നെ LDF മുസ്ലിം ലീഗിന് ബദലായിട്ട് റെയിം ലീഗ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി. ആ സംഘടനയിൽ പ്രവർത്തിക്കപ്പെട്ട തലമുതിർന്ന എല്ലാ നേതാക്കന്മാരും തോറ്റു എന്നൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ LDFൻ്റെ സീറ്റിൻ്റെ എണ്ണം നോക്കുന്ന സമയത്ത് 4 സീറ്റ് അവർക്ക് കുറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം 21 എണ്ണം UDFനും 15 എണ്ണം LDFനുമായിരുന്നു. ഇപ്പം നോക്കുന്ന സമയത്ത് 26 എണ്ണം UDFനായി, 11 LDF ആയി ചുരുങ്ങി. 37 ഒരു മുനിസിപ്പാലിറ്റി കൂടുതലുണ്ടായിട്ട് പോലും അതുപോലെ നിലനിർത്താൻ വേണ്ടി LDFന് സാധിച്ചിട്ടില്ല എന്ന് ചുരുക്കം. ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരിൽ, അതായത് റെയിം ലീഗിൻ്റെ ഈ മുസ്ലിം ലീഗ് പുലർത്തിക്കൊണ്ട് പുതിയ സംഘടന ഉണ്ടാക്കിയിരിക്കുന്ന ആളുകളിൽ വായോളി മുഹമ്മദ് മാസ്റ്റർ, കാരാട്ട് ഫൈസൽ, റസിയ ഇബ്രാഹിം, OP റഷീദ്, ഈ EC മുഹമ്മദ് അടക്കമുള്ള ആളുകളെല്ലാം വലിയ മാർജിനിൽ പരാജയപ്പെട്ടു. ഒരിക്കലും ഈ പരാജയം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കാത്ത വിധമായിരുന്നു. വലിയ വിജയം, വലിയ മുന്നേറ്റം ഉണ്ടാക്കും, മുനിസിപ്പാലിറ്റി ഭരണങ്ങൾ പിടിച്ചെടുക്കും എന്നുള്ളതായിരുന്നു ആദ്യ രീതിയിലൊക്കെ അവരുടെ താല്പര്യങ്ങളുണ്ടായിരുന്നത്, അവരുടെ നിലപാടുകളായിരുന്നു. ഏറെക്കുറെ ജനങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു വിശ്വസിച്ചത് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകുന്ന തരത്തിലായിരുന്നു പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ UDF തരംഗം ആഞ്ഞടിച്ചതാണ് കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലും. ആ UDFൻ്റെ തരംഗം ഇത്ര രീതിയിൽ ശക്തമായ രീതിയിൽ ആഞ്ഞടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ 2 വിഭാഗത്തിനും സാധിച്ചിട്ടില്ല. UDF സംവിധാനം വലിയ രീതിയിലുള്ള പ്രവർത്തന കാര്യങ്ങളൊക്കെ ചെയ്തു, അങ്ങനെ മുന്നേറിക്കൊണ്ടേയിരുന്നു. LDF സംവിധാനം എന്താണെങ്കിലും ഭരണം കിട്ടുമെന്ന രീതിയിലുള്ള പ്രവർത്തനം അവരും കാഴ്ചവെച്ചു. 2 കൂട്ടരും ശക്തമായ പ്രവർത്തനം കാഴ്ചവെച്ചു. ഒടുവിലത്തെ റിസൾട്ട് വന്നു നോക്കുന്ന സമയത്ത് LDFൻ്റെ ദയനീയമായിരിക്കുന്ന പരാജയമാണ് ഉണ്ടായത് എന്നുള്ളത് ഭാവിയിൽ അവിടെ രാഷ്ട്രീയമായിരിക്കുന്ന പ്രവർത്തനത്തെ പോലും സാരമായി ബാധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.